എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഓറിയോ എല്ലാ കുട്ടികൾക്കും ഇഷ്ടാവുമല്ലോ. അപ്പോൾ ഓറിയോ വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇത് കുക്ക് ചെയ്യും വേണ്ട, എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 15 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് 10 രൂപയുടെ ചെറിയ പാക്കറ്റാണ്. ഒന്നിൽ 5 എണ്ണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 15 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ പാക്കറ്റാണ് ഓറിയോൻ്റെ കിട്ടണമെങ്കിൽ അതിൽ 14 എണ്ണം ഉണ്ടാവുള്ളൂ. അതായാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ 15 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിച്ചിട്ട് എടുക്കണം. ഞാനിവിടെ 3 ഓറിയോയുടെ ബിസ്ക്കറ്റും പാക്കറ്റും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 2 ബൗളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഇതിന് ക്രീമും ബിസ്ക്കറ്റും, ഒന്നിൽ ക്രീം ഇടുക, ഒന്നിൽ ബിസ്ക്കറ്റും, അങ്ങനെ വേർതിരിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ 2 സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം ഞാനിവിടെ ഇത് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂണ് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചിലപ്പോൾ 3 ടേബിൾ സ്പൂണ് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് കൂടുതൽ ഇത് നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ ഇരിക്കണം. അങ്ങനെ ആവണ വരെ നമുക്ക് പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് എനിക്ക് കറക്റ്റ് ആയില്ല. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ ഒഴിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ സ്പൂണ് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ട് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കിയിട്ട് എടുക്കാം. ഇപ്പം ഞാനിത് അവിടെ കുഴച്ച് നല്ല ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ബേക്കറി കൊണ്ടുവരുന്ന കവറോ അല്ലെങ്കിൽ പഞ്ചസാര കൊണ്ടുവരുന്ന കവറോ അങ്ങനത്തെ ഇതേപോലത്തെ കവറുകൾ, പ്ലാസ്റ്റിക്കിൻ്റെ ഇതേപോലത്തെ കവർ ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വലുതാണ്. അപ്പം ഞാൻ ഇതൊന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് പകുതി മടക്കുകയാണ്. ഒരു 1/4 ഭാഗം മടക്കുന്നുണ്ട്. ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന ഈ ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം നമ്മുടെ ചപ്പാത്തി പരത്തുന്ന കോലെടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചപ്പാത്തി അങ്ങോട്ട് പരത്തി കൊടുക്കുക. ചപ്പാത്തി പരത്തുന്ന പോലെ അങ്ങോട്ട് പരത്തി കൊടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് കുറച്ച് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് വലുതായിരുന്നു. അപ്പം ഞാനൊന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കും. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ അല്ലാതെ പരത്തുമ്പോൾ ഒട്ടി പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഈ കവറിലാക്കിയിട്ട് പരത്തി കൊടുക്കണേ. നിങ്ങൾക്ക് അല്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പരത്തുമ്പോൾ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തി കൊടുത്തോളൂ കേട്ടോ. നമ്മൾ സ്വിസ് റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ദോശക്കല്ലിൽ വെച്ചിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഓവനും വേണ്ട, സ്റ്റൗ ടോപ്പിലും വെക്കേണ്ടതൊന്നും വെക്കേണ്ട, ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്കും ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങളിത് കണ്ടിട്ട് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇപ്പം ഞാൻ ഒരേ തിക്നെസ്സിൽ എല്ലായിടത്തും ഒരേപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷീറ്റിൽ വെച്ചിട്ട് ആക്കി കൊടുക്കുന്നത്. ഷീറ്റിൽ വെച്ചിട്ടാകുമ്പോൾ ഒരേ കട്ടി തന്നെ നമുക്ക് കിട്ടും, എല്ലായിടത്തും കിട്ടും. നല്ല എഡ്ജസൊക്കെ നല്ല ഫിനിഷിങ്ങിൽ വരും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സിപ്ലോ കവർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ കയ്യിൽ സിപ്ലോ കവർ ഉണ്ട്, പക്ഷേ എല്ലാവരുടെ കയ്യിലും അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുക്കാൻ പറഞ്ഞത്. പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പരത്തണ പോലെ പരത്തിയിട്ട് ഇതിൻ്റെ എഡ്ജസൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. നമുക്ക് ചെയ്യേണ്ടത് ഈ ഷീറ്റ് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം.
ഞാൻ ഈ സൈഡിൽ മടക്കി വെച്ചതും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ക്രീം ഉണ്ടല്ലോ, അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണ് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന ആ ഷീറ്റ് ഇങ്ങോട്ട് എടുക്കാം. ഇനി ആ ഷീറ്റിലേക്ക് ഇത് കുറേശ്ശെയായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ ക്രീം ഇതിനകത്ത് എല്ലായിടത്തും ഒരേപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി ഷീറ്റ് മെല്ലെ അങ്ങോട്ട് പൊക്കുക. എന്നിട്ട് മെല്ലെ എല്ലാം കൂടെ അപ്പുറത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി അടുത്തതും പൊക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഓരോ ലെയറായിട്ട് മടക്കി കൊടുക്കുക. അത് തീരുന്ന വരെ മടക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം മടക്കി കഴിഞ്ഞു. ഇനി ഇതൊന്നും എല്ലാം ഒന്ന് അമർത്തിയിട്ടൊന്ന് സ്മൂത്താക്കി കൊടുക്കാം. അതിന് ശേഷം ഈ ബാക്കിയുള്ള ഈ പ്ലാസ്റ്റിക് കവർ അതേ ഷേപ്പിൽ തന്നെ മടക്കി ഫുള്ള് മടക്കി എടുക്കാം. മടക്കി ഇതേപോലെ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് സ്മൂത്താക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഫുള്ള് സ്മൂത്താക്കി എടുത്തു. ഇനി ഇത് നമുക്ക് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം. ഫ്രീസറിൽ 1 മണിക്കൂർ നേരം വെക്കണം. ഇതേപോലെ നേരെ തന്നെ വെക്കണം കേട്ടോ, എന്നാലേ കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. വളഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിൽ തന്നെ ഫ്രീസായിട്ട് വരും. നേരെ തന്നെ കൊണ്ടുപോയിട്ട് 1 മണിക്കൂർ നേരം ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് കാണാം. അപ്പോൾ ഞാനിതാ ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ചിട്ട് എടുത്തതാണിത്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. എന്തായെന്ന് നമുക്ക് നോക്കാമല്ലോ. ഇതാ സെറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയ സ്വിസ് റോളിൻ്റെ ഷേപ്പ് ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല ഫിനിഷിങ്ങിൽ നല്ല വരച്ച് വെച്ചതുപോലെ ഉണ്ട്. നല്ല ഭംഗിയിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഫോൾഡ് ചെയ്തുകൊണ്ടാണ്, ഉള്ളിൽ ക്രീം വെച്ച് അങ്ങനെ ഫോൾഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നത്. ഫിനിഷിങ് കിട്ടാനായിട്ട് ആദ്യത്തെ അവസാനത്തെ സൈഡ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കളഞ്ഞിട്ടില്ല, കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് വെക്കാം. ഇപ്പം ഞാനിത് പ്ലേറ്റിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, പ്ലേറ്റിലൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ടാക്കാനും എളുപ്പമാണ്, അധികം സമയമൊന്നുമില്ല, കുക്ക് ചെയ്യും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.